നിങ്ങൾ ഒറ്റക്കൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ വന്നാൽ അടിക്കും, ഒറ്റക്കൊരു യൂത്ത് ലീഗുകാരൻ വന്നാൽ അടിക്കും, ഒറ്റക്കൊരു ബിജെപിക്കാരൻ വന്നാൽ അടിക്കും. എന്നാൽ 50 യൂത്ത് ലീഗുകാരും 50 യൂത്ത് കോൺഗ്രസ്സുകാരും വന്നാൽ അടിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഡിവൈഎഫ്ഐ ചർച്ചകൾ ഈ തെരുവോക്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നീതി ഇലക്ട്രിക്കൽസിലും നീതി മെഡിക്കൽസിലും ഒക്കെ ഇരിക്കുന്ന തെമ്മാടികളോട് ഞങ്ങൾ പറയാം, നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ടവരാണ്. നാളെ ഈ മെഡിക്കൽസിലും ഇലക്ട്രിക്കൽസിലും സാധനം വാങ്ങാൻ സിപിഎംകാരൻ മാത്രമല്ല വരിക. അവിടെ സിപിഎംകാരൻ മാത്രമാണ് സാധനം വാങ്ങാൻ വരുന്നത്. അവിടെ കോൺഗ്രസുകാരൻ വരും, ലീഗുകാരൻ വരും, ബിജെപിക്കാരൻ വരും. അവിടെ നിൽക്കുന്ന തെമ്മാടികളാണ് ഇന്ന് ഷരീദ് ഇക്ബാലിനെ ഈ തെരുവോത്തിന്റെ തെരുവിൽ വെച്ചടിച്ചത്. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഈ നാരികളെ ഞങ്ങൾ ഈ പെരിങ്ങോത്ത് വെച്ച് നേരിടും. മെയ് 26 കഴിയട്ടെ. ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പോലീസുകാരുടെ ഒരു കാര്യം പറയുന്നു. സാധാരണ പ്രതിഷേധമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കുഞ്ഞപ്പേട്ട നിൽക്കുന്നു. പാടിയോടിച്ചാൽ അഗ്രികൾച്ചർ ബാങ്കിന്റെ ഉദ്ഘാടനത്തിന് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പാടിച്ചാൽ വന്നപ്പോ പെരിങ്ങോത്തടക്കമുള്ള ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടി കാണിക്കാൻ വന്നു. അവിടെ ആയിരക്കണക്കിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. ആരെങ്കിലും ഡിവൈഎഫ്ഐക്കാരനെ അടിക്കാൻ തയ്യാറായോ? പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയാണ്. ഷജീർ ഇക്ബാൽ ഇന്ന് കാണിച്ചതല്ല. അദ്ദേഹം ജനാധിപത്യ രീതിയിൽ കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. നമ്മൾ പ്രതിഷേധിക്കണ്ടേ? വീണ ജോർജിന്റെ ഭരണത്തിൽ ഈ നാട്ടിൽ നടക്കുന്നത് എന്താ? ഇന്ന് വീണ ജോർജിന്റെ അഭിനയം എല്ലാവരും കണ്ടില്ലേ? വീണ ജോർജിന്റെ അഭിനയം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കാണുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ കേസുകാർ ഒരു കരിങ്കൊടി കാണിച്ചപ്പോ ആ കരിങ്കൊടി കണ്ടിട്ട് ഐസിയുവിൽ കിടക്കേണ്ട ഗതികേട് വീണ നിങ്ങളുടെ നേതാക്കൾക്ക് ഇതുപോലെ സമരത്തെ കണ്ട് പരിചയമില്ല, നേരിടാനാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷജീർ ഇക്ബാൽ ഞങ്ങളുടെ നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലോകിന്റെയും വളർന്നു വരുന്ന ഈ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് നേരെ ഇന്ന് നിങ്ങൾ നടത്തിയ അക്രമം, ആ അക്രമം ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും. ഇന്നിവിടെ എത്തിയ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ചെറുപ്പക്കാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.